മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 73 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നലെ 5 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പോർഷൻ ഒരിക്കൽ കൂടെ പറയുന്നു. 2 ശമൂവേൽ 22 മുതൽ 24 വരെ, 1 രാജാക്കന്മാർ 1-ാം അധ്യായം, യോഹന്നാൻ 5-ാം അധ്യായം, ഇത്രയുമായിരുന്നു പോർഷൻസ്. അപ്പോൾ ഇന്നലെ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് റിവീൽ ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: യേശുവിനെ ആക്രമിക്കുകയും കൊല്ലേണ്ടതിന് പരിശ്രമിക്കുകയും ചെയ്തത് ആര്? ഉത്തരം യഹൂദന്മാർ. യോഹന്നാൻ 5:16-18 വാക്യങ്ങളിലാണ് ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: പാഠഭാഗത്തുള്ള ഒരു ദർശകന്റെ പേരും പാഠഭാഗത്തുള്ള ഒരു താഴ്വാരത്തിന്റെ പേരും ഒന്നാണ്, എന്താണത് എന്നുള്ളതായിരുന്നു ചോദ്യം. ദർശകൻ ഗാദ്, 2 ശമൂവേൽ 24:11, താഴ്വര ഗാദ്, 2 ശമൂവേൽ 24:5. ഇതാണ് ഉത്തരം കേട്ടോ. മൂന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: 4 അക്ഷരമുള്ള ഒരു ശരീര അവയവത്തിന്റെ ആദ്യത്തെ 2 അക്ഷരം ഒരു മൃഗത്തിന്റെ പേരാണ്, ഏതാണ് അവയവം? ഇതായിരുന്നു ചോദ്യം. ഉത്തരം നരിയാണി എന്നുള്ളതാണ് കേട്ടോ. അതിന്റെ അർത്ഥം കാൽക്കണ്ണ് അല്ലെങ്കിൽ കണങ്കാൽ എന്നുള്ളതാണ്. 2 ശമൂവേൽ 22:37 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. മൃഗം എന്നുള്ളത് നരിയാണ്. നാലാമത്തെ ചോദ്യം: സൂര്യനെ പിന്തുടരുന്ന പുഷ്പം എന്നറിയപ്പെടുന്ന ഒരു പദം ഏത്? സൂര്യനെ പിന്തുടരുന്ന പുഷ്പം എന്നറിയപ്പെടുന്ന ഒരു പദം ഏത്? ഉത്തരം സൂര്യകാന്തി. 2 ശമൂവേൽ 23:4 ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ദൈവത്തിന്റെ ക്രോധം നിമിത്തം കുലുക്കമുണ്ടായത് എന്തിന് എന്നുള്ളതായിരുന്നു. ആകാശത്തിന്റെ അടിസ്ഥാനങ്ങൾക്ക് എന്നുള്ളതാണ് ഉത്തരം. 2 ശമൂവേൽ 22:8 വാക്യത്തിലാണ് ഇതിന്റെ ഉത്തരം. ഈ ഉത്തരം നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അധികം കൺഫ്യൂഷൻസ് ഇല്ലാന്ന് കരുതുന്നു. അടുത്ത പോർഷൻ പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് വരുന്നത് 1 രാജാക്കന്മാർ 2 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളും യോഹന്നാൻ 6-ാം അധ്യായത്തിൽ നിന്നുമായിരിക്കും. അതുകൊണ്ട് ഈ പോർഷൻസ് നല്ലപോലെ വായിച്ച് തയ്യാറായിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.